കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് നടത്തുകയാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. നടരാജ് പരശുറാം ചേരുന്നു വിവരങ്ങളുമായി. നടരാജ്, എന്താണ് നടക്കുന്നത്? പോലീസ് അതിക്രമത്തിനെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് അതിക്രമത്തിനെതിരെയാണ് മാർച്ച് നടത്തിയത്. കുന്നംകുളം പോലീസ് മർദ്ദനം സംഭവിക്കുമ്പോൾ അന്ന് അവിടെ CI ആയിരുന്ന ഷാജഹാൻ ഇന്ന് വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് ഈ സംഭവത്തിൽ ഷാജഹാൻ മൗനം പാലിച്ചു എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലവിൽ KSU പ്രവർത്തകനായ ഗണേഷ് എന്നയാൾക്കെതിരെ ഒരു വ്യാജ കേസെടുത്തു എന്നും ഇതിന്റെ പേരിൽ ഗണേഷിനെയും കുടുംബത്തെയും ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു. ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടപ്പോഴാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ഇവരിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലും പോലീസ് രാജ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർച്ച്. പോലീസ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെച്ചു പുലർത്തുന്ന സമീപനം ശരിയല്ല എന്ന് പറഞ്ഞുള്ള മാർച്ചാണ് കാണുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. അല്പസമയം മുമ്പ് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതെങ്കിൽ ഇപ്പോൾ പോലീസ് ഇവരെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. KSU പ്രവർത്തകർ അത് ചെറുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ ഇത് വടക്കാഞ്ചേരി ഷൊർണൂർ റൂട്ടാണ്. ഈ മേഖലയിലൂടെ കടന്നുപോകാൻ ചില ഇരുചക്ര വാഹന യാത്രക്കാർ ശ്രമിച്ചപ്പോൾ KSU പ്രവർത്തകർ ഇരുചക്ര വാഹന യാത്രക്കാരോടും ക്ഷോഭിക്കുന്നൊരു സാഹചര്യമുണ്ടായി. മറ്റ് പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ കടന്നു പോകാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ ഇരുചക്ര വാഹന യാത്രക്കാരോട് ക്ഷോഭിച്ചത്. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തുകയാണ് മറ്റു പ്രവർത്തകർ. വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരത്തിലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KSU പ്രവർത്തകർ പോലീസിനെ നമുക്കറിയാവുന്നതുപോലെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന പ്രവർത്തകരെ കൊണ്ടുപോകാതിരിക്കാൻ ജീപ്പ് തടയുന്ന നടപടിയിലേക്കാണ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമവും നടത്തുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകരെ റോഡിൽ നിന്നും പൊക്കിയെടുത്തുകൊണ്ട് ജീപ്പിൽ കൊണ്ടുപോകാനുള്ള പോലീസിന്റെ കാണുന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ കൊണ്ടുപോകാൻ ഇവിടെ ബാക്കിയുള്ള പ്രവർത്തകർ അനുവദിക്കുന്നുമില്ല. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കടന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നു. ഷൊർണൂർ വടക്കാഞ്ചേരി റോഡാണിത്. ഇവിടെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് പ്രവർത്തകരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അജിംസ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അതുപോലെ തന്നെ മറ്റ് KSU പ്രവർത്തകർ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു ചെറുത്തുനിൽപ്പ് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരിപ്പോഴും റോഡിൽ കിടക്കുകയാണ്. പോലീസ് രാജിനെതിരെ, പോലീസിന്റെ ക്രൂരമായ നടപടികൾക്കെതിരെ ഒരു വലിയ പ്രതിഷേധത്തിനാണ് ഇവിടെ KSU ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കുന്നംകുളം പോലീസ് മർദ്ദനവും പിന്നാലെ പീച്ചി പോലീസ് മർദ്ദനത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തൃശ്ശൂരിലെത്തുകയും കുന്നംകുളം മർദ്ദനത്തിൽ പരിക്കേറ്റ സുജിത്തിനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം തന്നെ ഈ വിഷയം തുടർന്നുമുണ്ടാകുമെന്നും പ്രതിഷേധം തുടരുമെന്നും ഒക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ സുധാകരനായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും ഒക്കെ തന്നെയും സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ആ സമരം കൈവിടാതെ തുടർന്നും സമരം തുടരാൻ KSU തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെ പോലീസ് എന്താണ് പറയാനുള്ളത്? ശക്തമായ പ്രതിഷേധമാണ്. കാരണം ഇത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾ അവർ നേരിടണമെന്നുള്ള ഉത്തമമായ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃഗീയമായ രീതിയിലാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ രീതിയിലല്ല വിദ്യാർത്ഥി സമരത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞു. എന്തായാലും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. KSU പ്രവർത്തകരാണെങ്കിൽ വലിയ രീതിയിൽ അത് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു.
ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള പോലീസിന്റെ ശ്രമമാണ്. അത് പ്രവർത്തകർ ചെറുക്കുന്നുമുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലിന് പരിക്കുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പ്രവർത്തകരും മറ്റും ആവശ്യപ്പെടുന്നുമുണ്ട്.